ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബയോളജി ചാപ്റ്റർ 5 ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ടായിരിക്കും ഈ ചാപ്റ്റർ നോക്കുന്നുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കുകൾ ഡീറ്റെയിൽഡ് വെഷം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏത് സബ്ജക്റ്റ് എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറയാൻ നേരത്ത് എന്താണ് ഇമ്മ്യൂണിറ്റി ആൻഡ് എന്താണ് ഹെൽത്ത് കെയർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം പ്രതിരോധം, ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ആരോഗ്യം, പ്രതിരോധവും ആരോഗ്യം എന്നുള്ള ചാപ്റ്ററാണ്. ഫസ്റ്റ് നമുക്കൊരു നോട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. നമുക്ക് സമയപരിധികൾ മൂലം നമ്മൾ വേഗം കാര്യങ്ങളിലേക്ക് കിടക്കുന്നു. ആദ്യം തന്നെ എന്താണ് ഹെൽത്ത്. ഹെൽത്ത് പറയാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു ഡെഫിനിഷനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യത്തിൽ പെട്ടെന്ന് ഒരു അസുഖം വരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിഫെൻഡ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ആ ഒരു അസുഖം വരുന്നത് അല്ലേ. ഏതൊക്കെയാണ് നമ്മളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഏതൊക്കെയാണ്? പാത്തോജൻ തന്നിട്ടുണ്ട്, മാൽ ന്യൂട്രീഷൻ തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് എഴുതാം പൊല്യൂഷൻ, ലാക്ക് ഓഫ് സ്ലീപ്നെസ്. Any change in the homeostasis of the body due to these factors is called disease. അപ്പോൾ ഇതിൽ നിന്നും ഹോമിയോസ്റ്റാറ്റിസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയാം ഡിസീസ് എന്ന് പറയാം. ആൻഡ് പാത്തോജൻസ് അറൗണ്ട് us cause different types of diseases. നമുക്ക് നമ്മുടെ ചുറ്റും കുറേ പാത്തോജൻസ് ഉണ്ട്, കുറേ ബാക്ടീരിയാസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർ നമ്മുടെ ബോഡിയിലേക്ക് കുറേ ടൈപ്പ് ഓഫ് ഡിസീസ് നമുക്ക് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കയറുക എന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് കയറുക? ത്രൂ എയർ ട്രാൻസ്മിഷൻ അല്ലേ, പറഞ്ഞൂടെ. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, പോയിന്റ് പറയാൻ വിട്ടുപോയി, അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്. അപ്പോൾ ഇതിലെന്താ അൺസ്റ്റെറിലൈസ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 റീസൺസ് ആണ് നമ്മളുടെ കുറേ ഉണ്ട്, അതിലൊരു 3 റീസൺസ് ആണ് ഇത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എനിത്തിങ് ഇൻക്ലൂഡിങ് പാത്തോജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ ദിസ് വേ. അപ്പോൾ ഈ ഒരു രീതിക്ക് പാത്തോജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നതിനെയാണ് നമ്മളെന്ന് പറയാം ആൻറ്റിജൻസ് എന്ന് പറയാം. ഓൾസോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പാത്തോജൻ, പോളൻ ഗ്രെയിൻ, ഡസ്റ്റ്, സെർട്ടൈൻ ഫുഡ് ഐറ്റം, കെമിക്കൽ, എല്ലാം ആൻറ്റിജൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇമ്മ്യൂണിറ്റി നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസം ദാറ്റ് ഈസ് എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത് ഈസ് കോൾഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് എന്ത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ജന്മനാ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജിന് നമ്മൾ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. യെസ്, പ്രൈമറി ലെവൽ ഇമ്മ്യൂൺ മെക്കാനിസംസ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട് ഓഫ് ദ ബോഡി ഞാനിപ്പോൾ ഓൾറെഡി പറയാം ഇമ്മ്യൂൺ മെക്കാനിസം ഏതാണെന്നുള്ളത് എഴുതാനാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റിന് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂൺ മെക്കാനിസം ഏതായിരിക്കും? വാക്സ് ആയിരിക്കും. ലൈസോസൈം ഇൻ ദ സലൈവ ആൻഡ് ടിയർ, കണ്ണുനീരിലും ഉമിനീരിലും ഉണ്ടാവുന്ന ലൈസോസൈം. വാക്സ് ഇൻ ദ ഇയർ, ചെവിയിലെ വാക്സ്. മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ എവിടെയായിരിക്കും അത് ഉണ്ടാവുക? നോസ്. ആൻഡ് സിലിയ ഇൻ ദ ട്രക്കിയ. പിന്നെന്താണ്? HCl ഇൻ ദ സ്റ്റൊമക്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്വെറ്റ് ആൻഡ് സെബം ഓൺ ദ സ്കിൻ. പിന്നെന്താ? യൂസ്ഫുൾ ബാക്ടീരിയ എവിടെ? ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ഉണ്ടാവും, യൂറിനറി ട്രാക്റ്റിലും ഉണ്ടാവും. മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനും എന്തിലുണ്ടാവും? യൂറിനറി ട്രാക്റ്റിലും ഉണ്ടാവും. യൂറിനറി ട്രാക്റ്റ്. ഓക്കെ അല്ലേ. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ദാറ്റ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ദം ഈസ് കോൾഡ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി. ഫസ്റ്റ് ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് നേരെ സെക്കൻഡ് ലെവലിലേക്ക് പോകുന്നു, അവിടെ ഡിഫെൻഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. WBCന്റെ ടൈപ്പും അതിന്റെ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഒന്ന് ന്യൂട്രോഫിൽ ആണ്. അതെന്താ ചെയ്യുക? ഇറ്റ് ഇൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ബാക്ടീരിയ, പ്രൊഡ്യൂസസ് കെമിക്കൽ എഗെയിൻസ്റ്റ് പാത്തോജൻസ്. ബാക്ടീരിയയെ വിഴുങ്ങിക്കൊണ്ട് നശിപ്പിക്കുന്നു, അതേപോലെ തന്നെ പാത്തോജൻസിനെതിരെ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈസിനോഫിൽ എന്താ ചെയ്യുന്നത്? ന്യൂട്രലൈസസ് കെമിക്കൽ റിലീസ് വെൻ ദർ ഈസ് ആൻ അലർജി, ഡിസ്ട്രോയ് പാരസൈറ്റ്. അവിടെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ കെമിക്കൽ ന്യൂട്രലൈസ് ചെയ്യുകയും പാരസൈറ്റിനെയൊക്കെ കൊല്ലുകയാണ് ഇവർ ചെയ്യുന്നത്. അടുത്തത് മോണോസൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ഫോറിൻ സബ്സ്റ്റൻസസ്, ബാക്ടീരിയ ആൻഡ് ഡെഡ് സെൽസ്. അപ്പോൾ വിഴുങ്ങിക്കൊണ്ട് നശിപ്പിക്കുന്നു ആരെയൊക്കെ? ഫോറിൻ സബ്സ്റ്റൻസിനെയും ഡെഡ് സെൽസിനെയും അങ്ങനെ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി ബേസോഫിൽ എന്താണ്? പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ വിച്ച് പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നു. ആര്? ഹെപ്പാരിൻ. ആൻഡ് ഹിസ്റ്റമൈൻ എന്ന് പറയുന്നത് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ കോസ് ഓഫ് അലർജി. കേസ് ഓഫ് അലർജി. നമുക്കിപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞു തടുപ്പ് പോലെ വരുന്നതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുക. അതിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ.
അടുത്തത് ഫാഗോസൈറ്റോസിസിന്റെ പ്രോസസ്സാണ്. എന്താണ് ഫാഗോസൈറ്റോസിസ്? വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻ. WBC എന്ത് ചെയ്യുന്നു? പാത്തോജനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു, വിഴുങ്ങിക്കൊണ്ട് അതിനെ കളയുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. ദ ബ്ലഡ് സെൽസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ദ ഫാഗോസൈറ്റോസിസിൽ പങ്കെടുക്കുന്ന ബ്ലഡ് സെൽസിനെയാണ് നമ്മൾ എന്ന് പറയാം ഫാഗോസൈറ്റുകൾ എന്ന് പറയുക. WBCയിൽ ആരൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ് ഫാഗോസൈറ്റ് ആയിട്ട് ഉള്ളത്. ഇനി ആ താഴെ കാണുന്ന ഇമേജ് നോക്കുക. ഇതെന്താണ്? ലൈസോസൈം ആണ്. ഫസ്റ്റ് തന്നെ പാത്തോജൻസ് നേർ റിസപ്റ്റർ സെല്ലുമായിട്ട് എത്തുന്നു, പിന്നെ അത് ഫാഗോസോമായി മാറുന്നു, ഫാഗോസോമും ലൈസോസോമും കൂടിയിട്ട് ഫാഗോലൈസോസോമായി മാറുന്നു, പിന്നെ അതെന്തായി മാറുന്നു? പിന്നെ അതിന്റെ കുറച്ച് പാർട്ടിക്കിളായിട്ട് പിന്നെ അത് ഒന്നായി മാറുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അതിന്റെ വേണ്ടാത്ത പാർട്ടിക്കിൾസിനെ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, ഇതിന്റെ കറക്റ്റ് വേറൊരു ഫാഗോസൈറ്റോസിസിന്റെ പ്രോസസ്സ് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയോ, ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഇങ്ങനെ കാണിക്കാൻ നേരത്തെ പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിൽ നല്ല വൃത്തിക്ക് നമുക്ക് പറയാനുണ്ട്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ടു ഇൻജേർഡ് ബ്രൂയിസ്ഡ് ഏരിയ ടു ബ്രിങ് WBC ടു ഫൈറ്റ് ആൻഡ് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ WBCയിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അവർ നമുക്ക് എവിടെയാണ് ഇൻഫെക്റ്റഡ് ആയല്ലെങ്കിൽ എവിടെയാണ് ഇഞ്ചേർഡ് അല്ലെങ്കിൽ ബ്രൂയിസ്ഡ് ആയതെന്നുള്ളത് ആ സ്ഥലത്തേക്ക് ഈ WBCസിനെ കൊണ്ടെത്തിക്കുന്നു. അപ്പൊ ആ കൊണ്ടെത്തിക്കുന്ന നേരത്ത് അവിടെ എന്താക്കുന്നറിയോ? ഒരു തടുപ്പ് പോലെ. ഇപ്പൊ കൊതുകാണ് നമ്മളെ കടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തടുപ്പ് പോലെ വരില്ലേ? അതാണ് സംഭവം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടുപ്പാണ്. ഓക്കെ അല്ലേ? അപ്പൊ WBC വരുന്നു, ഓടുന്നു, പിന്നെ അതുമായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ മുറിവൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ള ഫോറിൻ സബ്സ്റ്റൻസ് കയറാനും അത് അവിടെ അവർക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഓരോ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളുടെ WBC അതിനെതിരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഡിഫെൻഡിങ് അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില മുറിവിലൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ തൊട്ട് നോക്കി ചെറിയൊരു ഹീറ്റ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതൊക്കെ ഇതിന്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കണേ. സമയപരിധി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യും. അടുത്തത് എന്താണ് ഫീവർ? അപ്പൊ ഈ ഒരു വലിയ പാരഗ്രാഫ് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് തെർമോമീറ്ററിലൊക്കെ ഫീവർ അളക്കുന്നത് ഫാരൻഹീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നോർമൽ ഫീവറിന്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഫാരൻഹീറ്റ് ആണ്. സെൽഷ്യസിൽ പറയുമ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ? Fever is the condition that occurs when the body temperature rises above the normal range. അപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള റേഞ്ചിൽ നിന്നും ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനാണ് നമ്മൾ എന്ന് പറയാം ഫീവർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫീവർ എന്താണ് സംഭവം? അതായത് ഫോറിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു, പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ആൾക്കാർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബോഡിന്റെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ അത് കൂടുന്നത് ശരിക്കും ഫൈറ്റ് നടക്കുമ്പോൾ പെട്ടെന്ന് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടെമ്പറേച്ചർ റൈസ് ആവുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ റൈസിംഗ് ആണ് നമുക്ക് പനിയായിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ആൻഡ് വാട്ട് ഈസ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്? അപ്പോൾ നല്ല ലോങ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് മെക്കാനിസം ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ഇൻ ടു ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് പാത്തോജന്റെ ആ ഒരു എൻട്രി തടയാനും അമിതമായി ഒഴുകുന്ന ബ്ലഡിനെ പ്രിവെന്റ് ചെയ്യാനുമാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് നമ്മളെ സഹായിക്കുന്നത്. When an injury occurs, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ the platelets and damaged tissue at the site produce enzyme. Platelets അതേപോലെ ഡാമേജ് ടിഷ്യൂ നമ്മുടെ ആ ഒരു സ്ഥലത്ത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയാം. അപ്പൊ അത് ഒരു പ്രോട്ടീനായി കൺവേർട്ട് ആവുന്നു. അപ്പൊ അതെന്തായി മാറുന്നു? പ്രോത്രോംബിൻ ആയിട്ട് മാറുന്നു. ത്രോംബിനായി മാറുന്നു. അപ്പൊ ത്രോംബിൻ എന്താണ്? ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അതിനെയാണ് നമ്മളെന്ന് പറയുക ഫിബ്രിനോജിൻ. അത് ഫിബ്രിനായിട്ട് മാറുന്നു. ഫിബ്രിൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് ആണ്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ അവിടെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ബ്ലഡിലോട്ട് ഫോം ചെയ്യുന്നു. മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ കുറച്ച് വാക്കുകൾ ഞാൻ അവിടെ സൈഡിൽ ഒരു നോട്ട് പോലെ ഞാൻ എഴുതിയിടാവേ. ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് വൂണ്ട് ഹീലിംഗ്. വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേറ്റ സ്ഥലം പിന്നെ അത് വീണ്ടെടുക്കുക, പഴയൊരു സ്ഥിതിയിലേക്ക് വീണ്ടെടുക്കുന്നതിനെയാണ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയാം. ഹീലാവുക. ആസ് ബ്ലഡ് ക്ലോട്ട്സ് ഇൻഫ്ലമേഷൻ ഓക്കർ അറ്റ് ദ വൂണ്ട്. നമുക്ക് മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ ചോര കട്ടുപിടിക്കാനും അവിടെ ഒരു ചെറിയൊരു വീക്കം വരാനും ചാൻസ് ഉണ്ട്. പുതിയ ടിഷ്യൂസ് ഫോം ചെയ്തുകൊണ്ട് ഈ ഒരു വൂണ്ടിനെ ഹീലാക്കുന്നു. ഇഫ് ദ വൂണ്ട് ഈസ് ഹീൽ വിത്ത് ദ കണക്റ്റീവ് ടിഷ്യൂ റിപ്ലേസിംഗ് ദ ലോസ്റ്റ് ടിഷ്യൂ.
നഷ്ടമായ ആ ടിഷ്യൂവിനെ റീപ്ലേസ് കൊണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് അവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വൂണ്ട് ഹീലാവുന്നു. അതേപോലെ തന്നെ അവിടെ പക്ഷെ ഒരു സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു പാട് അവിടെ പിന്നെ റിമെയിൻ ആവും. All innate immune responses are irrespective of the type of pathogen of their actions, and this type of immunity is called non-specific immunity. Non-specific immunity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്നേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി റെസ്പോൺസും നമ്മുടെ പാത്തോജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസ് ആയിട്ട് ഇറസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഇമ്മ്യൂണിറ്റിൻ്റെ ആ ഒരു ടൈപ്പിനെയാണ് നമ്മളെന്ന് പറയാം നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്താണ് നമുക്ക് നോക്കാം. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്പ് ആഫ്റ്റർ ബർത്തിന് ശേഷം നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയാണ് എന്തെന്ന് പറയാം അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഈ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം സ്പെസിഫിക്കലി റെക്കഗ്നൈസ് ആൻഡ് ഡിഫൻസ് ആന്റിജൻസ് ലൈക്ക് ദ പാത്തോജൻ പോലുള്ള ആന്റിജൻസിനെ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. എന്തിൽ നിന്ന് തടയുന്നു? നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്നും തടയുന്നു. അപ്പോൾ അതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും പറയുന്നു. ദിസ് ഇമ്മ്യൂൺ ഡിഫൻസ് ഈസ് പ്രൈമർലി ക്യാരിഡ് ഔട്ട് ബൈ ദ ലിംഫോസൈറ്റ്. അപ്പോൾ ഇത് മെയിൻ ആയിട്ടും ലിംഫോസൈറ്റ്സ് ആണ് നടത്തുക. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ഉണ്ട്. ഒന്ന് ടി ലിംഫോസൈറ്റ് ആൻഡ് ബി ലിംഫോസൈറ്റ്. എന്താണ് ബി ലിംഫോസൈറ്റ്, എന്താണ് ടി ലിംഫോസൈറ്റ് എന്നാണ് നമുക്ക് നോക്കാം. ബി ലിംഫോസൈറ്റ് ഇത്രേ ഉള്ളൂ. ഫോം ആൻഡ് മെച്യൂർ ഇൻ ബോൺ മാരോ. ഉണ്ടാവുകയും അത് മെച്യൂർഡ് ആവുന്നതും എവിടെ തന്നെയാണ്? ബോൺ മാരോയിൽ തന്നെയാണ്. പ്രൊഡ്യൂസ് പ്രോട്ടീൻ കോൾഡ് ആന്റിബോഡീസ്. പ്രോട്ടീൻസിനെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ ആന്റിബോഡീസ് എന്ന് പറയുന്നു. വിച്ച് ആക്ട് എഗെയിൻസ്റ്റ് ആന്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്നു. ആൻഡ് ടി ലിംഫോസൈറ്റ് ഇത്രേ ഉള്ളൂ. ഫോം ഇൻ ബോൺ മാരോ. ബോൺ മാരോയിൽ ഫോം ചെയ്തുകൊണ്ട് തൈമസ് ഗ്ലാൻഡിൽ അത് മെച്യൂർഡ് ആവുകയാണ് ചെയ്യാറ്. ഇതെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ക്യാൻസർ സെല്ലിനെ കണ്ടുപിടിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക, കണ്ടുപിടിച്ച് നശിപ്പിക്കുക. അതാണ് ആരുടെ ജോലി? ടി ലിംഫോസൈറ്റിന്റെ ജോലി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് നമുക്ക് വാക്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വാക്സിൻ സംഭവം നമുക്ക് കൊറോണ ടൈമിൽ നമുക്ക് നന്നായി മനസ്സിലായ കാര്യമാണ്. വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലി അതായത് ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ എതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള നമ്മുടെ ബോഡീനെ കാട്ടിയും നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി പോരാ, കുറച്ച് കൂടുതൽ വേണം. അപ്പം കുറച്ചും കൂടി നമ്മുടെ ബോഡി ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സിൻ എടുക്കുന്നതും നമ്മൾ അതിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാക്സിൻ എടുക്കുന്നത്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ഇമ്മ്യൂൺ സെൽസ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഇമ്മ്യൂൺ സെൽസിനെ ആർട്ടിഫിഷ്യൽ മെത്തേഡ് കൂടി പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുക. എക്സ്പെക്ടിങ് ദ അറ്റാക്ക് ഓഫ് പാത്തോജൻസിന്റെ അറ്റാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? The immunity acquired in this way is called artificial immunity. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി കുറച്ച് വാക്സിൻ ഉണ്ട്, കമ്പോണൻസ് ഓഫ് വാക്സിൻ ഉണ്ട്, പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MMR ആണെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് ഓഫ് വാക്സിൻ എന്നാണ് കണ്ടെയ്ൻ ന്യൂട്രലൈസ്ഡ് പാത്തോജൻസ്. പ്രിവെൻറ്റബിൾ ഡിസീസ് എന്നാണ് മീസ്ലസ്, മംസ്, റുബെല്ല. ആൻഡ് OPV എന്താണ്? കമ്പോണൻസ് ഓഫ് വാക്സിൻ എന്നാണ് കണ്ടെയ്ൻസ് ഡെഡ് പാത്തോജൻസ്. അതെന്താണ് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസ്? പോളിയോമിലൈറ്റിസ്. അടുത്തത് HPV വാക്സിൻ ആണ്, കണ്ടെയ്ൻസ് പാർട്ട് ഓഫ് പാത്തോജൻസ്, സെർവിക്കൽ ക്യാൻസർ. ആൻഡ് COVID-19 വാക്സിൻ കണ്ടെയ്ൻസ് പാർട്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തോജൻ. പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് തന്നെയാണ് COVID-19 അല്ലെങ്കിൽ കൊറോണ. തന്നെയല്ലേ? അത്രേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കാണ് ഡിസീസ്. മാൽഫങ്ഷൻ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം, ജനറ്റിക് ഡിഫക്ട്സ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അബണ്ടൻസ് ഓഫ് പാത്തോജൻസ് etc. disrupt the homeostasis of the body and cause diseases. നമ്മളുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാറ്റിസിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നു? അസുഖങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങളാണ് മാൽഫങ്ഷൻ ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണിറ്റി കുറവ്, ജനറ്റിക് ഡിഫക്ട്സ്, നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ ഫുഡായാലും എന്തായാലും, അബണ്ടൻസ് ഓഫ് പാത്തോജൻസിൻ്റെ അളവ് വർദ്ധിക്കുന്നതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് വരിക? അസുഖങ്ങൾ വരിക. എങ്ങനെയൊക്കെയാണ് ഡിസീസ് സ്പ്രെഡ് ആവുന്നത്? ത്രൂ സർഫസിലൂടെ. ഇപ്പോൾ ഒരാൾ തൊട്ടടുത്ത് നമ്മൾ പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരും. അടുത്ത് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട്. നമ്മളിപ്പോൾ COVID-19 ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് നമ്മൾ രക്ഷ നേടാൻ വേണ്ടി മാസ്ക്, നമ്മൾ അകൽച്ച പാലിച്ച് നിൽക്കുക, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ത്രൂ കഫിങ് ആൻഡ് സ്നീസിങ്, ചുമയും തുമ്മലിലോടുകൂടി ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ എയർ. മെയിനായിട്ടും നമ്മുടെ അസുഖങ്ങളെല്ലാം തന്നെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്? എയർ ആണ് എല്ലാത്തിൻ്റെയും മെയിൻ ആള്. ഓക്കെ അല്ലടാ? ബാക്ടീരിയ. ഇനി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ബാക്ടീരിയ എൻ്റർ ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈ. ബാക്ടീരിയൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കും. അപ്പോൾ ഹോസ്റ്റ് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്ത് റിലീസ് ചെയ്യും? ടോക്സിൻ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിലി ഫങ്ഷനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, തടസ്സമാക്കുന്നു അല്ലെങ്കിൽ തടസ്സമാക്കുന്നു.
സം പ്രൊഡ്യൂസ് എൻസൈം, ചിലത് എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനെ നശിപ്പിക്കാനും ഡാമേജ് വരുത്താനും ഇവർക്ക് സാധിക്കും. ഇനി ഒരു അസുഖമാണ് ട്യൂബർക്യുലോസിസും റാറ്റ് ഫീവറും. രണ്ടും ഒരു കമ്പാരിസൺ പോലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്യൂബർക്യുലോസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്തോജന്റെ പേര് മൈക്കോബാക്ടീരിയം എന്നാണ്. നമ്മുടെ റാറ്റ് ഫീവറിന്റെ ലെപ്റ്റോസ്പൈറ. നമ്മുടെ റാറ്റ് ഫീവറിന് വേറൊരു പേരുണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? രണ്ടിനെയും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ട്യൂബർക്യുലോസിസ്, ബൈ ബ്രീത്തിങ് ദി ടൈനി ഡ്രോപ്ലെറ്റ് റിലീസ് ഇൻ ടു എയർ വെൻ പേഷ്യന്റ് ഈസ് കഫിംഗ് ഓർ സ്നീക്കിംഗ് ഓർ ടോക്കിംഗ്. പേഷ്യന്റ് സംസാരിക്കുകയോ ചുമക്കുകയോ തുമ്മുമ്പോഴോ ആ ഉള്ള ടൈനി ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് എന്തായാലും എയർ വഴി ഇതിയൊക്കെ നടക്കുന്നുണ്ടാവും, അത് നമുക്ക് വരുന്നു. ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇവിടെ എന്തായിരുന്നു? എയർ ആണ്. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്? through wounds or the mucous membrane of eyes and nose from the water contaminated with rat urine. Through wounds or through mucous membranes of the eyes. മുറിവുകളിലോ അല്ലെങ്കിൽ ഐയിലത്തെ മ്യൂക്കസ് മെംബ്രെയിൻ ആയിട്ടോ അല്ലെങ്കിൽ നോസ് ഫ്രം ദ വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് റാറ്റ് യൂറിൻ. നോസിൽ നിന്നുമുള്ള വാട്ടർ അത് റാറ്റ് യൂറിനായിട്ട് കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വരാം. ഇനി അടുത്തതാണ് പാർട്സ് ഓഫ് ദ ബോഡി അഫക്റ്റഡ്. അപ്പോൾ ട്യൂബർക്യുലോസിസിൽ അങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുക ലങ്സിൽ, അതേപോലെ തന്നെ അതർ പാർട്സ് ഓഫ് ദ ബോഡി. എന്തൊക്കെ? കിഡ്നി, ബോണ് ആൻഡ് ദ ബ്രെയിൻ. അപ്പോൾ ലങ്സ്, കിഡ്നി, ബോണ്, ബ്രെയിനിലേക്കാണ് ട്യൂബർക്യുലോസിസ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുക. നമ്മുടെ റാറ്റ് ഫീവർ എന്തൊക്കെയാണ്? കിഡ്നി, ലിവർ, ലങ്സ്. ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? ട്യൂബർക്യുലോസിസിൽ മെയിനായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ്, മാറാത്ത ചുമ, പിന്നെ മോർ ദാൻ 2 വീക്സ്, 2 ആഴ്ചയിൽ കൂടുതൽ ചുമ, അതേപോലെ ഫീവർ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വെയിറ്റ് ലോസ്, ഫാറ്റിഗ്. സംടൈംസ് ബ്ലഡ് മേ സീൻ ഇൻ സ്പ്യൂട്ടം, ചില നേരത്ത് ബ്ലഡ് സ്പ്യൂട്ടമായിട്ടും കാണാറുണ്ട്. ആൻഡ് റാറ്റ് ഫീവറിൽ എന്താണ്? ഫീവർ തന്നെയാണ് മെയിൻ. പിന്നെ തലവേദന, മസിൽ പെയിൻ, റെഡ്നെസ് ഓഫ് ദ ഐ, കണ്ണിത്തെ ചുമപ്പ്, വോമിറ്റിംഗ്, അതൊക്കെയാണ് റാറ്റ് ഫീവറിലെ സിംറ്റംസ്. ഇനി ഇതിന്റെ പ്രിവെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ട്യൂബർക്യുലോസിസ് വാക്സിനേഷൻ ഉണ്ട്, ലോങ് ടേം ട്രീറ്റ്മെന്റ് ഉണ്ട്, യൂസിങ് മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ്. പലതരമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് റാറ്റ് ഫീവറിൽ എന്താണ്? പ്രിവെൻറ്റീവ് മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് യൂസിങ് ആന്റിബയോട്ടിക്സ്. ഇവിടെ മെയിൻ ആയിട്ട് തന്നെയാണ് ആന്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി വൈറസും അതേപോലെ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത പാർട്ടിലുള്ള കേട്ടോ.